അതേസമയം പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഡ്ഡു ഓർഡർ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. 2 റൗണ്ട് കഴിയുമ്പോൾ ബി.ജെ.പിയുടെ ലീഡ് 858 മാത്രമാണ്. അവർ 3000-ന് മുകളിൽ ലീഡ് പ്രതീക്ഷിക്കുന്ന ഘട്ടമാണിത്. അവിടെ 858 മാത്രമേ ഉള്ളൂ. 3ാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്ക് തന്നെ UDF മുമ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു. ഓർമ്മിക്കണം, കഴിഞ്ഞ തവണ 14 റൗണ്ടുള്ള എണ്ണലിൽ 13ാമത്തെ റൗണ്ടിലാണ് UDF മുമ്പിൽ വന്നത്. 8ാമത്തെ റൗണ്ടിലാണ് ആദ്യമായിട്ട് അവർ ലീഡ് തൊട്ടത്. രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യമായിരിക്കുന്നു. 1ാം റൗണ്ടിലെ ടാബ്ലേറ്റിംഗ് ഷീറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 10 സ്ഥാനാർത്ഥികൾ, നോട്ട് ഉൾപ്പെടെ 11, 4127. സി കൃഷ്ണകുമാറിന് 1ാം റൗണ്ടിൽ ലഭിച്ച വോട്ട് 4127. രാഹുൽ മാങ്കൂട്ടത്തിൽ 3070. 4127, 3070. ഇതാണ് പാലക്കാട്ടെ 1ാം റൗണ്ടിലെ ഔദ്യോഗികമായ ഫലം. ഇങ്ങനെയാണ് ടാബ്ലേറ്റിംഗ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. സി കൃഷ്ണകുമാറിന് 4127 വോട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് 3070 വോട്ട്, ഡോക്ടർ പി സരിന് 2127 വോട്ട്. 1ാം റൗണ്ടിൽ ഡോക്ടർ പി സരിന് 2127 വോട്ട്. ഔദ്യോഗിക കണക്കാണ്. 1ാം റൗണ്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ 1057 വോട്ടിന്റെ ലീഡാണ് പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ളത്. ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഔദ്യോഗികമായ കണക്ക് ലഭ്യമായിട്ടുണ്ട്. അത് തന്നെ നമുക്ക് 1ാം റൗണ്ട് നേരത്തെ ചേലക്കരയുടെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ പോലും UR പ്രദീപിന് ചേലക്കരയിൽ 1890 വോട്ടിന്റെ ലീഡാണ് 1ാമത്തെ റൗണ്ടിൽ ഉണ്ടായിരുന്നത്. കെ ബാലകൃഷ്ണൻ അവിടെ 2504 വോട്ട് മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. രമ്യ ഹരിദാസിന് 4220 വോട്ടും. 2 റൗണ്ട് കഴിഞ്ഞ രാഹുലിന്റെ വിമതന്മാരുണ്ടല്ലോ, അപരന്മാർ അല്ലെ, അപരന്മാരെന്നല്ലേ പറയാ. രാഹുൽ ആർ ഒരു 14 വോട്ട് പിടിച്ചിട്ടുണ്ട് 1ാം റൗണ്ടിൽ. രണ്ടാമതൊരു രാഹുൽ മണലാഴിക്ക് 12 വോട്ട്. അങ്ങനെ 14, 12, 26 വോട്ട് അപര സ്ഥാനാർത്ഥികൾ, സമാന പേരുകാരായ 2 സ്ഥാനാർത്ഥികൾ കൊണ്ടുപോയിട്ടുമുണ്ട്. ഇതാണ് 1ാം റൗണ്ടിലെ ഔദ്യോഗികമായ ചിത്രം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അവിടെ 3ാം റൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു. 2ാം റൗണ്ടിന്റെ തുടർച്ചയായി 3ാം റൗണ്ട് അവിടെ എണ്ണുന്നു എന്ന വിവരം വരുമ്പോൾ പാലക്കാട്ട് എന്താണ് സംഭവിക്കുന്നത്? 2ാം റൗണ്ടിലെ ലീഡ് പിടിക്കാൻ 3ാം റൗണ്ടിലും കഴിയുമോ UDF-ന് എന്നതാണ് ചോദ്യം. അങ്ങനെ 3ാം റൗണ്ടിലും ലീഡ് പിടിക്കാൻ കഴിഞ്ഞാൽ UR പ്രദീപ് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 3871 വോട്ടിന്റെ ലീഡ്. എന്നാൽ അതിന്റെ അർത്ഥം വലിയ ഒരു വിജയത്തിലേക്ക് തന്നെ പോകുന്നതാണ്. കാരണം വെറും 148 വോട്ടിന്റെ മേൽക്കൈ മാത്രമേ ലോക്സഭാ ഇലക്ഷനിൽ ദേശമംഗലം പഞ്ചായത്തിൽ LDF-ന് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3871 വോട്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന്റെ സൂചന നൽകുന്നതാണ്. ചേലക്കര LDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. വരവൂരും ദേശമംഗലവും എണ്ണിക്കഴിയുമ്പോൾ മാത്രം 3871 വോട്ടുകൾക്ക് ചേലക്കര ഇടത്തേക്കരയാണ്. ചേലക്കരയുടെ ട്രെൻഡ് ഇടത്തോട്ട് തന്നെയാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം 2 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ 13,279 വോട്ടാണ് UR പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രമ്യ ഹരിദാസിന് 8,011 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ക്ഷമിക്കണം, 11,792 വോട്ടാണ് പ്രദീപിന്, 8,011 വോട്ടാണ് രമ്യ ഹരിദാസിന്, 4,380 വോട്ടാണ് BJP സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. അതായത് 3,871 വോട്ടിന്റെ ലീഡാണ് നിലവിൽ 2 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ UR പ്രദീപിന്റെ തട്ടകമായ ദേശമംഗലത്ത് കൃത്യമായ ലീഡ് നേടാനായി പ്രദീപിന് കഴിഞ്ഞിരിക്കുന്നതിനോടൊപ്പം തന്നെ LDF-ന്റെ ഉറച്ച കോട്ടയായ വരവൂരിലും കൃത്യമായി ലീഡ് നേടാനായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്, അതായത് UDF-ന്റെ ഒരു പ്രതീക്ഷകൾ 3,500 വോട്ടുകൾക്ക് ലീഡ് UR പ്രദീപ് 2 പഞ്ചായത്തുകളിൽ നിന്ന് നേടുകയാണെങ്കിൽ, അതിലധികം നേടുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അത് പരിങ്ങലിലാവും സ്ഥിതി എന്നുള്ളതായിരുന്നു UDF-ന്റെ ഒരു കണക്കുകൂട്ടൽ. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് UDF-ന്റെ കാര്യം ചേലക്കരയിൽ പരിങ്ങലിലായിരിക്കുകയാണ്. LDF-ന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് കുതിക്കുകയാണ് ലീഡ് നില എന്നുള്ളതാണ്. 3,500 വോട്ട് 2 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ 3,500 വോട്ട് എങ്കിലും ലീഡ് നിലയിൽ സ്വന്തമാക്കണമെന്നുള്ളതായിരുന്നു. 3,871 വോട്ടുകളുടെ ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. പാറ്റേൺ വളരെ വ്യക്തമാണ്. വരവൂരും ദേശമംഗലവും അത് അദ്ദേഹത്തിന്റെ ഹോം ടർഫാണ്. 2 നിന്നുമായി 3,871 ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി വള്ളത്തോൾ നഗറാണ് എണ്ണാനുള്ളത്. വള്ളത്തോൾ നഗർ കഴിയുമ്പോൾ LDF-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് വള്ളത്തോൾ നഗർ കഴിയുമ്പോൾ 5,000-ന് മുകളിലേക്ക് ഒരു ലീഡിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇനി അതിനുശേഷം വരുന്ന കുറവുകൾ പാഞ്ഞാളും വലിയ പ്രതീക്ഷയുണ്ട്. അവരുടെ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത് പാഞ്ഞാളിലൊക്കെ എന്തെങ്കിലും കിട്ടുന്ന ലീഡിൽ വേണം. ചേലക്കരയ്ക്ക് മുൻപ് എത്ര ലീഡ് എടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ചേലക്കര 367 വോട്ടിന് ലീഡ് മാത്രമാണ് രമ്യയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു പഞ്ചായത്തിലും UDF-ന് ഒരു 850-ന് മുകളിൽ ലീഡ് നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നിരിക്കെ ഈ നമ്പർ മാറാൻ സാധ്യതയില്ല.